രണ്ട് വൻ കുരുക്കുകളാണ് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനെ കാത്തിരിക്കുന്നത്. ഒന്ന്, പത്മകുമാർ പലതും വെട്ടിത്തുറന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ആഘാതം. മറ്റൊന്ന്, ഇഡിക്ക് മുന്നിൽ മകൾ വീണ പോകേണ്ടി വന്നാലുള്ള സാഹചര്യം. രണ്ടും ചോദ്യങ്ങൾ തന്നെയാണ്. ഇതുവരെ ആ ദൈവതുല്യൻ ആരാണെന്ന് കൃത്യമായി പത്മകുമാർ വെളിപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. മാത്രവുമല്ല, ആത്മകഥയിലൂടെ പത്മകുമാർ പലതും വെട്ടിത്തുറന്ന് എഴുതുമോ എന്നും എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ശശിധരൻ കർത്തയുടെ മകൾ ഷിബി എസ് കർത്ത ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. പക്ഷേ പിണറായി വിജയന്റെ മകൾ ആരോഗ്യ പ്രശ്നമെന്ന് പറഞ്ഞ് ഹാജരായിട്ടില്ല. ഇതിനിടയിലാണ് ഒരിടവേളയ്ക്ക് ശേഷം ശബരിമല യുവതീ പ്രവേശം ചർച്ചയാക്കിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPMന്റെ നടപടി പത്മകുമാറിന് ഒടുവിൽ സസ്പെൻഷൻ വന്നിരിക്കുന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLAയുമായ പത്മകുമാറിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ കാലാവധി 1 വർഷം വരെയാണ്. പത്മകുമാർ പാർട്ടിക്ക് നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്നതിനാലാണ് നടപടിയെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. സ്വർണ്ണക്കൊള്ള കേസിൽ ഹൈക്കോടതി നിയോഗിച്ച SIT നടത്തുന്ന അന്വേഷണത്തിന്റെ കുറ്റപത്രത്തിൽ പത്മകുമാറിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായാൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് ഐസക് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചാൽ പാർട്ടി ഭരണഘടന അനുസരിച്ച് പുറത്താക്കലാണ് അടുത്ത ഘട്ടം. സ്വർണ്ണക്കൊള്ളയിലെ കട്ടിളപ്പാളി കേസിൽ 8ാം പ്രതിയും ദ്വാരപാലക ശില്പക്കേസിൽ 11ാം പ്രതിയുമാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ പത്മകുമാർ. 90 ദിവസം ജയിലിൽ കിടന്ന ശേഷം സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങി ആറന്മുളയിലെ വീട്ടിൽ കഴിയുകയാണ് പത്മകുമാർ. രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ പത്മകുമാറിന്റെ അറസ്റ്റ് തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും LDFന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു. പത്മകുമാറിനെ പുറത്താക്കണമെന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് CPMലെ പല ഘടകങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തെ സംരക്ഷിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ നടന്ന അവലോകന യുഗങ്ങളിൽ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാതിരുന്നതിനെ പാർട്ടി അംഗങ്ങൾ രൂക്ഷമായി വിമർശിച്ചിരുന്നു. തെറ്റ് സംബന്ധിച്ച സംസ്ഥാന നേതൃത്വം പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ ജില്ലാ കമ്മിറ്റിയോട് നിർദ്ദേശിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന ജില്ലാ ഘടകങ്ങളുടെ തെരഞ്ഞെടുപ്പ് അവലോകനങ്ങൾക്കും ജില്ലാ സെക്രട്ടറിയുടെ റിപ്പോർട്ടിങ്ങിനും ശേഷമാണ് പത്മകുമാർ വിഷയം ചർച്ചയ്ക്കെടുത്തത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാനും പങ്കെടുത്തു. പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നു. പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തതിനെപ്പറ്റി അറിയില്ല. 53 വർഷമായി ഈ പാർട്ടിയിലുണ്ട്. കൂടുതലൊന്നും പറയാനില്ലെന്നാണ് പത്മകുമാർ പറഞ്ഞത്.